ഇനി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി നിലമ്പൂരിൽ ഇടത് സ്വതന്ത്രനാകുമെന്നാണ് അടുത്ത വാർത്ത. താൻ സ്ഥാനാർത്ഥിയായാൽ കായിക മേഖലയ്ക്ക് ഇടതുപക്ഷം നൽകുന്ന വലിയ അംഗീകാരമാണെന്നും ഷറഫ് അലി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരിചയക്കുറവുണ്ട്, ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണ് തിരഞ്ഞെടുപ്പിലെ തന്റെ ബലമെന്നും യു ഷറഫ് അലി പറയുന്നു. പ്രതികരണം കേൾക്കാം. അത് ഒരു അഭിമാനകരമായ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു കായിക താരത്തെ ഏതെങ്കിലും ഒരു മത്സരത്തിന് പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഇത് കായിക മേഖലയ്ക്ക് തരുന്നൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ എനിക്കേ പരിചയക്കുറവുള്ളൂ, മുന്നണിക്കോ പാർട്ടിക്കോ ഒരു പരിചയക്കുറവില്ലല്ലോ. എൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് അത് തന്നെയല്ലേ. ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ, ഒരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതിൻ്റെ ശക്തിയോടൊപ്പം ഞാൻ ചേർന്ന് നിന്ന് കൊടുത്താൽ മതിയല്ലോ, ബാക്കിയൊക്കെ അവർ ചെയ്തോടില്ലേ. ശാന്തകുമാർ വെള്ളാലത്ത് നമുക്ക് പോകണ്ടേ. ശാന്തകുമാർ വെള്ളാലത്ത്, യു ഷറഫ് അലി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഈ തീരുമാനം ആയിട്ടുണ്ടോ? തീർച്ചയായും സേതു, അത് തന്നെയാണ് തീരുമാനത്തിൽ ഏകദേശം എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യു ഷറഫ് അലിയെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു പൊതു സ്വതന്ത്രനെ കണ്ടെത്തുക എന്നുള്ളതാണ് CPM കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചെയ്തിരുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അതൊരു വ്യത്യസ്ത രീതിയിലേക്ക് മാറിയത്. അവിടെയാണ് CPM-ന്റെ ചിഹ്നത്തിൽ M സ്വരാജ് മത്സരിക്കുകയും ചെയ്തത്. അപ്പം അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ വീണ്ടും ഒരു പൊതു സ്വതന്ത്രനെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുകയും അത് യു ഷറഫ് അലി, ഒരു ജനകീയനായ ആളെ, ഒരു പൊതുസമ്മതനായ ഒരാളെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് മണ്ഡലം കമ്മിറ്റി ചേരുകയാണ് നിലമ്പൂരിൽ. ആ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ തീരുമാനം ഇന്ന് അറിയിക്കും. അതിൽ വിശദമായ ചർച്ചയുണ്ടാകും. പക്ഷേ നമ്മൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് നിലമ്പൂരിൽ കാര്യമായ ഒരു എതിർപ്പ് ഈ വിഷയത്തിൽ CPM-ന്റെ ഇടയിൽ ഉണ്ടാവാൻ ഇടയില്ല എന്ന് തന്നെയാണ്. അതായത് ഒരു പൊതു സ്വതന്ത്രൻ എന്ന രീതിയിൽ യു ഷറഫ് അലി അംഗീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കഴിയുന്നത്. എന്തായാലും യു ഷറഫ് അലി നിലമ്പൂരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും അത് മനസ്സിലാക്കാം. അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തനിക്ക് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അത്ര പരിചയമൊന്നുമില്ല, പക്ഷേ ഇടതുപക്ഷത്തിനൊപ്പം പ്രത്യേകിച്ച് CPM-നൊപ്പം നിൽക്കുമ്പോൾ അവരുടെ ബലത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. അത് ആ ഒരു ശുഭപ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. എന്തായാലും നിലമ്പൂരിൽ യു ഷറഫ് അലി സ്ഥാനാർത്ഥിയാവാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.